മാരകമായ വെടിയുണ്ടയും പ്രാർത്ഥനയുടെ കരുത്തിന് മുന്നിൽ വഴിമാറുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഫ്രഞ്ച് വൈദികന്റെ ജീവിതം. നെഞ്ചു ലക്ഷ്യമാക്കി പാഞ്ഞെത്തിയ വെടിയുണ്ടയെ താൻ ധരിച്ചിരുന്ന കർമ്മല മാതാവിന്റെ ഉത്തരീയം വിശ്വസിക്കാനാവാത്ത വിധം തടഞ്ഞു നിർത്തിയപ്പോൾ ലോകം കണ്ടത് സ്വർഗീയ സംരക്ഷണത്തിന്റെ അതിശയിപ്പിക്കുന്ന നേർക്കാഴ്ചയാണ്. ഒരു ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പള്ളിയിലേക്ക് നടക്കുമ്പോഴാണ് ആ ഫ്രഞ്ച് വൈദികൻ ഒരു കാര്യമോർത്തത്. തിരക്കിനിടയിൽ തന്റെ ഉത്തരീയം ധരിക്കാൻ മറന്നുപോയിരിക്കുന്നുവെന്ന്. താമസ സ്ഥലത്തേക്ക് ഓടിപ്പോയ അദ്ദേഹം ഉത്തരീയം ധരിച്ച ശേഷമാണ് പള്ളിയിലെത്തിയത്. ആ തീരുമാനമാണ് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ പോകുന്നതെന്ന് ആ നിമിഷം ആരും കരുതിയില്ല. അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൾത്താരയിലേക്ക് ഒരു യുവാവ് പാഞ്ഞുകയറി. കയ്യിലുണ്ടായിരുന്ന തോക്ക് വൈദികന് നേരെ ചൂണ്ടി അയാൾ നിറയൊഴിച്ചു. വലിയൊരു ശബ്ദത്തോടെ വെടിയുണ്ട വൈദികന്റെ പുറത്തു പതിച്ചു. വിശ്വാസികൾ ഭയന്നു വിറച്ചു പോയെങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വൈദികൻ യാതൊരു പതർച്ചയുമില്ലാതെ പ്രാർത്ഥന തുടർന്നു. അക്രമിയുടെ ലക്ഷ്യം തെറ്റായെന്നാണ് എല്ലാവരും ആദ്യം കരുതിയത്. എന്നാൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തിയ പരിശോധനയിലാണ് ആ മഹാത്ഭുതം വെളിപ്പെട്ടത്. വൈദികന്റെ വസ്ത്രം തുളച്ചു കയറിയ വെടിയുണ്ട അദ്ദേഹം കഴുത്തിൽ ധരിച്ചിരുന്ന ചെറിയ കർമ്മലമാതാവിന്റെ ഉത്തരീയത്തിൽ തട്ടി നിൽക്കുകയായിരുന്നു. ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ വെടിയുണ്ട ആ ഉത്തരീയത്തിൽ തങ്ങി നിന്നു. ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്നവർ നിത്യാഗ്നിയിൽ വീഴുകയില്ല എന്ന മാതാവിന്റെ വാഗ്ദാനം ഭൂമിയിൽ മരണത്തിന്റെ നിഴലിൽ നിന്നും തന്നെ രക്ഷിച്ചുവെന്ന് ആ വൈദികൻ കണ്ണീരോടെ സാക്ഷ്യപ്പെടുത്തുന്നു. ആത്മീയ നിഷ്ഠയും വിശ്വാസവും ഒരു മനുഷ്യന് ചുറ്റും എത്ര വലിയ സംരക്ഷണ കവചം തീർക്കുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവായി ഈ സംഭവം മാറിയിരിക്കുകയാണ്.